തൽഖഫ് മാ സനഉ. തൽഖഫ് 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 എന്ന് പറഞ്ഞാൽ എന്താ? തൽഖഫ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി പറഞ്ഞ തൽഖം. തൽഖം തൽഖം എന്ന് പറഞ്ഞാൽ ലുഖ്മ. തൽഖം ലുഖ്മ. ലുഖ്മത്ത് എന്താ? എന്തിനാ ലുഖ്മത്ത് അറിയാം? ലുഖ്മ എസ് ലുഖ്മ ഉരുള. ഒരു വിരുന്ന് കൂട്ടിയതാണ്. വിരുന്ന് കൂട്ടിയപ്പോൾ ചങ്ങായി തിന്നാണ്. ഇങ്ങനെ അമ്മാനാടും പോലെയാണ് ഉരുളിട്ട് തൊള്ളേക്ക് ഇടുന്നത്. അപ്പോൾ വിരുന്ന് കൊടുത്താൻ പറയുന്നത് ചങ്ങായി ഒന്ന് ഇവന് സംസാരിക്കണ്ട, അതൊന്നും മൈൻഡ് ചെയ്യണില്ലത് തിന്ന്. അപ്പോൾ ഒന്ന് സാവകാശം കാണിക്കുക, ഞാൻ എന്നോട് എന്തെങ്കിലും ഒന്ന് പറയുന്നതിനൊരു പ്രതികരിക്കാറാണ്. അപ്പോൾ ഇപ്പം പറയാണ് എന്നൊരു ആർത്തി പണ്ടാറാണ് പറയുന്നത്, ഇനി ഓരോ ലുക്കുമ്മക്കും ഞാൻ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് ഉണ്ടല്ലോ. സുന്ന ബാദിയും സുന്ന ഖബലിയും. ലുക്കുമ എന്നാൽ ഉരുള. ഹദീസിൽ കാണാം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് സഹാബത്തിനോടൊപ്പം ഒരു വഴി പോയപ്പോൾ ഒരു അൻസാരി മഹദി റസൂല പോണുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത്, റസൂല മടങ്ങി വരുമ്പോൾ ഇതിലേക്ക് ആരും വിരാജിച്ചിട്ട് അവരുടെ ആടിനെ അറുത്ത് ഭക്ഷണം പാകം ചെയ്ത്. അപ്പോൾ അവർ വിചാരിച്ച പോലെ തന്നെ റസൂല ആ വഴിയാണ് വന്നത് അവരുടെ വീട്ടിൽ. അപ്പോൾ അവർ പറഞ്ഞു, റസൂലെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി, നിങ്ങളിത് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, സഹാബികളൊക്കെ കയറി റസൂലിൻ്റെ കൂടെ ഇരുന്ന്. എന്നിട്ട് സഹാബി പറയാണ്, റസൂല ആദ്യം കൈവെക്കാതെ ഞങ്ങളാരും എന്ത് ചെയ്യില്ല, കഴിക്കാറില്ല. റസൂൽ അതിൽ നിന്നൊരു ലുക്മയെടുത്ത് വായിലിട്ട് റസൂൽ സ്വല്ലല്ലാഹു തങ്ങൾ അതിൽ നിന്നൊരു ലുക്മയെടുത്ത്, ഒരു ഉരുളെടുത്ത്. പക്ഷേ ഫമസ്തതാ യുസീഗഹ, റസൂലുള്ളാഹിക്ക് അത് ഇറക്കാൻ കഴിയണില്ല, തിന്നിറക്കാൻ കഴിയണില്ല. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ഈ താം ഇതെന്തല്ല, ഇത് ഹലാലല്ല എന്ന് പറഞ്ഞു. ഹലാലല്ല എന്ന് പറഞ്ഞിട്ട് റസൂൽ അവിടെ വെച്ച്. എന്നിട്ട് അവരോട് ചോദിച്ച്, ഇത് അനുവദനീയമല്ലാത്ത രീതിയിൽ അർത്ഥമാണെന്നിട്ട് പറഞ്ഞിട്ട് റസൂൽ അവരെ വിളിച്ചു, സ്ത്രീയെ വിളിച്ചു. അവർ ചോദിച്ച് അവരോട്. അവർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റസൂലെ നമ്മൾ ശരിയാണ്, നമ്മളെ പരീതാടല്ല, അർത്ഥം നമ്മൾ പരീതാടിനല്ല. പക്ഷേ ആല് സഅദ് ബിൻ മുആദും ഞങ്ങളും, ആല് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബവും ഞങ്ങൾ ഇങ്ങനെ പാരസ്പര്യത്തിലാണ്. ലാ നഹ്തശിമു മിൻഹു വഹും ലാ യഹ്തശിമൂന മിന്ന നഖുദ് മിൻഹു വഹും യഖുദൂന മിന്ന എന്നാണ്. അവരുടെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു ലജ്ജയല്ല, ഞങ്ങളുടെ വിഷയത്തിൽ അവർക്കൊരു ലജ്ജയല്ല. ഞങ്ങൾ അവരുടെ ആടിനടുത്ത് തറക്കും, അവർ ഞങ്ങളെ ആടിനടുത്ത് തറക്കും. ഞങ്ങളിങ്ങനെ പാരസ്പര്യത്തിലാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളെ ആടല്ല. ആല് സഅദ് ബിൻ മുആദിൻ്റെ കുടുംബത്തിലെ ആടാണ്. പക്ഷേ ചോദിക്കേണ്ട കാര്യമല്ല, ഞങ്ങളുടെ ഒരു സമ്പ്രദായമാണ്. അവരുടെ ആടിന് ഞങ്ങളെടുത്ത് അറുത്തിട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും, ഞങ്ങളുടെ ആടിനെ അവർ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അറുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കും. അങ്ങനെ ഞങ്ങളൊരു പാരസ്പര്യത്തിലാണ്. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭക്ഷിച്ചു എന്നാണ്. പക്ഷേ ആദ്യം റസൂൽ എന്ത് ചെയ്ത്, ഇത് റസൂലുള്ളാഹിക്ക് ആ ലുഖ്മ അതിനെ ഇറക്കാൻ സാധിച്ചില്ല എന്നാണ്. അവിടെ റസൂലുള്ള പറഞ്ഞു, ഇത് എന്തല്ല, ഇത് നമുക്ക് പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. ലുഖ്മ അലാകുല്ലിൻ അതാണ് ലുഖ്മ. അതിനാണ് ഇത് തൽഖം. ലുഖ്മ എന്താണ്, ലുഖ്മൻ്റെ പ്രത്യേകത അത് വിഴുങ്ങാൽപ്പല്ലേ. തൽഖഫ് എന്നാൽ തൽഖം, വിഴുങ്ങ. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരു സംഭവമുണ്ട്. ഈ യുത്രഖ് യൽഖം, ഈ യുഖ്തൽ യൻഖം എന്നൊരു പ്രയോഗമുണ്ട്. എന്താ അറിയോ, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരു വ്യക്തി മോചിതനായി, അടിമയാണ്, മോചിതനായി. അടിമ മോചിതമാകുമ്പോൾ 2 രീതിയുണ്ട്. ഒന്നുകിൽ അടിമ മൗലയായി മാറും, അല്ലെങ്കിൽ സായിബത്തായി മാറും. അടിമ മൗലയായി മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളൊരു അടിമനെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അടിമൻ്റെ വല ഈ മോചിപ്പിച്ച യജമാനായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ആ അടിമ അയാളുടെ സ്വത്ത്, അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്വത്ത് ഈ യജമാനുള്ളതായിരിക്കും. കാരണം യജമാൻ്റെ കീഴിലുള്ള അടിമ എന്നുള്ളത് അതിന് മൗല എന്ന് പറയാം. ചിലരെന്ത് ചെയ്യുന്ന അറിയാം, അടിമനെ മോചിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, സായിബത്താക്കി വിടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനും അയാളായിട്ട് എന്തില്ല, ഒരു ബാധ്യതയില്ല, അയാൾക്ക് സ്വതന്ത്രമായിട്ട് എഴുതിയും പോകാം. അബുൽ ആലിയൊക്കെ അങ്ങനെ സായിബത്തായിരുന്നു. ലുഖൈമാത്ത് ചെറിയ ഉരുളക്ക് ഹത്തൽ ലുഖ്മല്ലത്തി തജാലാഫി ഫീ ഇംറഅതിക്. അപ്പോൾ ഈ സായിബത്ത് അതാണ്. സായിബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മോചന കിട്ടിയ ആൾക്ക് എന്ത് ചെയ്യുക, എഴുതിയും പോകാം. ഈ മോചിപ്പിച്ച സെയ്തായിട്ടൊരു ബന്ധമല്ല, അയാൾ ഫ്രീഡാണ്. അപ്പോൾ അങ്ങനെ ഒരു സായിബത്തിനെ എന്ത് ചെയ്തു, ഉമറിൻ്റെ ഖിലാഫത്തിലെ ഹാജിമാരെന്ത് ചെയ്തു, വിട്ടു. ഹാജിമാരെന്ത് ചെയ്തു, ഒരു അടിമനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് അയാളെ മോചിപ്പിച്ച് വിട്ട്, സായിബത്താക്കി വിട്ട്. കാരണം ഞങ്ങൾക്ക് എന്തില്ല, ഇയാളായിട്ട് ഇനി ഒരു ടച്ചുമില്ല,
ഇയാളുടെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അയാളുടെ ഒരു പിന്നെ ഞങ്ങളായിട്ടൊരു ബാധ്യതയില്ല എന്നുള്ളതിലേക്ക് വിട്ട്. ഈ സായിബത്ത് അയാൾ ഒരാളെ കൊന്നു. കൊന്നപ്പോൾ പിന്നെ അയാളെ പിടിച്ചിട്ട് കാര്യമില്ല. കാരണം അയാളൊന്നുമില്ല, സ്വാതന്ത്ര്യം കിട്ടിയ ആളാണ്, ഒന്നുമില്ല. പിന്നെ അടിമയാണെങ്കിൽ പിന്നെ യജമാന്മാരത്തൊക്കെ പോട്ടത്, അതിന് പറ്റൂല. കാരണം ഹാജിമാർ മോചിപ്പിട്ട് ഓല വയ്ക്കണം. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഉമറിൻ്റെ അടുക്കലേക്കാണ് വരിക. ഉമറിൻ്റെ അടുക്കലേക്ക് വന്ന് ഇയാൾ ഞങ്ങളെ പിന്നെ മകനെ കൊന്നിരിക്കുന്നു പറഞ്ഞിട്ട് വാപ്പയാണ് ചെന്നത്. ബനു ആയിദ് ഗോത്രമാണ്, അല്ല ആയിദി എന്നാണ് വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ് പിന്നെ അയാൾക്ക് ഒരാളും എന്തില്ല, അയാളെ ചുമതലയേൽക്കാനൊന്നുമില്ല. അയാളൊരു സായിബത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മകനെ കൊന്നില്ലെങ്കിൽ ലാ ദിയത്ത ലഹു, ലാ ദിയത്ത അലൈഹി, അയാളുടെ മേൽ ബാധ്യതയായ ഒരു ദിയത്തും ഇല്ല. ദിയത്ത് എന്ന് പറഞ്ഞാൽ ബ്ലഡ് മണി ഇല്ല, കാരണം അയാൾ സായിബത്താണ്. അവിടെ പോകാൻ പറഞ്ഞു ഉമർ, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇയാൾ ചോദിച്ചു, ഈ ആയിദി ചോദിച്ചു ഉമറിനോട്, അമീറുൽ മുഅ്മിനീൻ അയാൾ പിന്നെ കൊന്നപ്പോൾ അല്ല, അയാളെ കൊല്ലുകയാണെങ്കിൽ അയാൾക്ക് ദിയ കൊടുക്കേണ്ടി വെച്ച്, അയാളെ കൊല്ലുകയാണെങ്കിൽ ദിയ ഉണ്ടാവില്ല വെച്ച്. അപ്പോൾ ഉമർ പറഞ്ഞു അയാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ദിയ കൊടുക്കണം എന്നാണ്, കൊടുക്കണം എന്ന്. അപ്പം ആ ആയിദി പറയുന്നുണ്ട്, ഇദൻ ഹുവക്കൽ അർഖം ഈ യുത്രക് യൽഖം ഈ യുക്തൽ യൻഖം. എന്തെങ്കിലും മനസ്സിലായ? ഇതൻ എങ്കിൽ ഹുവ ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ സായിബത്ത്, അത് കൽ അർക്കം, അർക്കമിനെ പോലെയാണ്. എന്താ അർക്കം? അർക്കം ഇബ്നുൽ അർക്കം. എന്താ ഈ അർക്കം? സഹാബിൻ്റെ പേരാണ് അർക്കം അല്ലേ? അൽ അർക്കം ഇബ്നുൽ അർക്കം, അബ്ദുള്ള ഇബ്നുൽ അർക്കം മഖ്സൂമി. അൽ അർക്കം എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നർത്ഥം. ഇതൻ ഹുവക്കൽ അർക്കം എങ്കിൽ ഈ സായിബത്ത് പാമ്പിനെ പോലെയാണ്. ഈ യുക്തൽ പാമ്പ് കൊല്ലപ്പെടുകയാണെങ്കിൽ യങ്കം പാമ്പ് തിരിച്ച് എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. അതിനെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ തിരിച്ചത് അറ്റാക്ക് ചെയ്യും. വഇൻ യുത്രക് പാമ്പിനെ കൊല്ലാതെ വിടുകയാണെങ്കിലോ യൽക്കം പാമ്പ് ആളെ വിഴുങ്ങുന്നിട്ടെങ്കിൽ കൊത്തും എന്നുള്ള അർത്ഥത്തിൽ. ഇൻ യുത്രക് യൽക്കം വഇൻ യുക്തൽ യങ്കം എന്ന് പറഞ്ഞതാണ്. അവിടെ യൽക്കം എന്ന് പറഞ്ഞെങ്കിൽ അതാണ് വിഴുങ്ങ. അതിനെ വിട്ടിട്ടുണ്ടെങ്കിൽ, വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ആളെ തിന്നും. അതിനെ കൊല്ലാൻ ശ്രമിച്ചാലോ അത് തിരിച്ച് ഇങ്ങോട്ട് പിന്നെ ആക്രമിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു എന്നാണ്. കൽ അർക്കം, അർക്കം എന്ന് പറഞ്ഞാൽ പാമ്പ്. നമ്മൾ പണ്ടില്ലേ പേരിനെ കുറിച്ച് പറഞ്ഞില്ലേ, കുറേ പേരുകളുണ്ട് അങ്ങനെ. സാലബ പേരില്ലേ, സാലബ പറഞ്ഞെന്താ കുറുക്കൻ. അതേപോലെ തന്നെ അർക്കം പാമ്പ്. അതേപോലെ തന്നെ ഉള്ള കുറേ പേരുകളുണ്ട്. കുൽസൂം, ഇങ്ങനത്തെ കുറേ പേരുകളുണ്ട്. അതിനൊക്കെ എന്താണ് ഇങ്ങനത്തെ ഇതാണ്. അത് അറബികളുടെ ഒരു പതിവാണിത്. ഞാൻ പറഞ്ഞില്ലേ, അസ്മാവു അബിനാഇന ലി അഅദാഇന വ അസ്മാവു അബീദിന ലന എന്ന അന്നത്തെ അറബികളുടെ സമ്പ്രദായം. അസ്മാവു അബിനാഇന നമ്മളുടെ മക്കളുടെ പേര് ലി അഅദാഇന, അത് നമ്മുടെ ശത്രുക്കൾക്കാണ്. ശത്രുക്കളെ പേടിപ്പിക്കാനാണ് മക്കൾക്ക് പേരിടുന്നത്. പിന്നെ ദീബ്, അതേപോലെ തന്നെ സാലബ്, അർക്കം, ഇതൊക്കെ പിന്നെ അങ്ങോട്ട് അവിടെ പേടിപ്പിക്കാനാണ്. എന്നാൽ അസ്മാവു അബീദിന ഞങ്ങളുടെ അടിമകളുടെ പേരായിരിക്കലാണ് അതിലന നമുക്കാണ്. അതുകൊണ്ടാണ് റബാഹ്, ബിലാൽ, പിന്നെ ഇങ്ങനത്തെ പേരുകൾ അടിമകളുടെ വിഷയത്തിൽ. സഅദ്, ഇതൊക്കെ അടിമകളുടെ വിഷയത്തിൽ വായിക്കുന്നതാണ്. അത് ആ പേരുകൾ നമുക്കാണ്. പക്ഷെ നമ്മുടെ മക്കളെ പേര് മറ്റവരെ പേടിപ്പിക്കാനാണ്. അന്നത്തെ ഗോത്രപരമായിട്ടുള്ള അവരുടെ ആ ഒരു പിന്നെ വിഷയം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പേരുകൾ കാണുമ്പോൾ ആരും എന്തില്ല, ഈ അലാർക്കം ഇങ്ങനത്തെ പേരുകളിൽ അതിൽ പിന്നെ ഇങ്ങനെ പല പ്രമുഖ സഹാബികളുണ്ടല്ലോ, അവരുടെയൊക്കെ പേരൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാവും. അത് ഇങ്ങനത്തെ ഓരോ ജീവികളുടെ പേരായിരിക്കും. അത് പിന്നെ അതിൽ ഒരു വിഷയമല്ല. പിന്നെ പറ്റ് വികൃതമായ ഒരു അവസ്ഥയ്ക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ട് നമ്മൾ വായിക്കും. തയ്യം വഅൽഖി മാ ഫീ യമീനിക് തൽഖഫ്. തൽഖഫ് എന്ന് പറഞ്ഞാൽ അത് വിഴുങ്ങട്ടെ എന്നാണ്. തൽഖഫ്, തലഖഫ് എന്നുള്ളതിൽ നിന്നാണ് ലോപിച്ചാണത് തൽഖഫ് എന്നായത്. തലഖഫ് എന്നും ഖിറാഅത്തുണ്ട്, തൽഖഫ് എന്നും ഖിറാഅത്തുണ്ട്, തലഖഫ് എന്നും ഖിറാഅത്തുണ്ട്. അത് തലഖഫ് എന്നതിൻ്റെ പിന്നെ ലോപിച്ച രൂപമാണ്.